മരണം വരെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം. അപ്പം മച്ചാമാരെ, എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി വിഷു. അപ്പൊ നമ്മൾ ഇന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ചു പേരെ ഒന്ന് വിഷു കൈനീട്ടം കൊടുത്ത് സന്തോഷിപ്പിക്കാൻ വേണ്ടി പോവാ. വിഷുവായിട്ട് എന്തോ പരിപാടി? വിഷുവായിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കച്ചവടം മോശം. അപ്പം നമ്മുടെ ഒരു ചാനലിൽ നിന്ന് വരുവാ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ചിലവരെ സന്തോഷിപ്പിക്കാന്നുള്ള മൈൻഡ് വരുവാ. വിഷു ഞങ്ങള് ഞങ്ങളുടെ വക ഒരു വിഷു കൈനീട്ടം തരട്ടെ. വിഷു എന്താണ് വിഷുവായിട്ട് എന്തോ പരിപാടി? ഒന്നുമില്ല. ചോറുണ്ടു. വിഷു കൈനീട്ടൊന്നും കിട്ടിയില്ല. ചോറ് കിട്ടി. എന്റെ സന്തോഷത്തിന് ഞാൻ തരട്ടെ. നമ്മളിങ്ങനെ നമ്മളൊരു പേജ് വീഡിയോ ചെയ്യുന്നത്, അപ്പം നമ്മുടെ സന്തോഷത്തിന് നമ്മൾ സാക്കറ്റ്സ് എന്ന് പറഞ്ഞൊരു ചാനലുള്ളതാണ്. നമ്മുടെ സന്തോഷത്തിന് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചിലവർക്കൊന്ന് കൊടുക്കുക. അപ്പൊ ഹാപ്പി വിഷു. എന്തോ വിഷുവായിട്ട് എന്തോ പരിപാടി? നമുക്ക് സന്തോഷമുള്ളൂ ഇന്നത്തെ വിഷു. അവിടെ പോയിട്ട് വരുന്നു. ജോലി എന്താ വിഷു കൈനീട്ടമൊക്കെ കിട്ടി? ഇഷ്ടം പോലെ കിട്ടി പൈസ. എത്ര രൂപ കിട്ടി? നമ്മുടെ സന്തോഷത്തിന് നമ്മളും തരട്ടെ ഒരു വിഷു കൈനീട്ടം. നമ്മുടെ ചാനലിൽ നിന്ന് വരുന്നതാ. നമ്മള് വലിയ ഇതൊന്നും ഇല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാക്സിമം നോക്കണം. എന്റെ ഒരു വക ചേച്ചിക്ക് കഴിഞ്ഞിട്ട് തരട്ടെ. ഹാപ്പിയാണോ? അപ്പൊ ഹാപ്പി കിട്ടി. എന്തായി വിഷുവൊക്കെ ആയിട്ട് എന്തോ പരിപാടി ഇന്ന് ചേട്ടന്റെ? കഴിഞ്ഞിട്ടൊക്കെ കിട്ടിയ നമ്മുടെ സന്തോഷത്തിന് നമ്മളൊരു വിഷു കഴിഞ്ഞിട്ടും തരട്ടെ. സന്തോഷം. നമ്മുടെ ഒരു ചാനലിൽ നിന്ന് വന്നതാ. നമ്മള് സാക്കറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പറ്റുന്ന ഒരു രീതിക്ക് നമ്മൾ കുറച്ച് ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ. അപ്പൊ ഹാപ്പി വിഷു. ഹാപ്പി വിഷു. വിഷുവായിട്ട് എന്താ പരിപാടി? എന്താ ജീവിതമാർഗമല്ലേ മക്കളെ, വിഷു ആഘോഷിച്ചില്ല? അമ്പലത്തിലൊന്നും പോയില്ല? അയ്യ, വിഷു കഴിഞ്ഞിട്ടൊക്കെ കിട്ടിയ? കിട്ടി. പിള്ളേരെ കൊണ്ട് തന്നു. എന്റെ വക വരട്ടെ വിഷു കഴിഞ്ഞിട്ടാ. സന്തോഷമല്ലേ? നമ്മളപ്പോ നമ്മുടെ ഒരു ചാനലിൽ ഇതിനു വേണ്ടി ഇറങ്ങിയതാ. നമ്മുടെ ചാനല് അത്യാവശ്യം വലിയ ഗ്രോത്ത് ഒന്നും ഇല്ല, എന്നാലും നമ്മുടെ ഒരു സന്തോഷത്തിന് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചിലവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കും. അപ്പൊ ഹാപ്പി വിഷു. സന്തോഷമായുള്ളൊരു വിഷയം എല്ലാവർക്കും ഹാപ്പിയെന്ന് പറയാൻ പറ്റുമോ ഈ പ്രായത്തിൽ? എന്തോ ഹാപ്പി എന്ന് പറയാൻ വല്ലതൊക്കെ കഴിക്കാനോ സന്തോഷിക്കത്തക്ക പോലെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സന്തോഷിക്കാം. പക്ഷെ നമ്മൾ ഈ പ്രായത്തിൽ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? ഒരു ചോദ്യം അമ്മനോട് പറയാൻ, എന്തിനാ ജീവിക്കാൻ?